വെള്ള ഡ്രസ്സ് ഇടുന്നതിന് പിന്നിലൊരു സൈക്കോളജിയുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ വെള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളെപ്പറ്റി എന്താവും പറയുന്നത്? ഓരോ നിറത്തിനും ഓരോ സ്വഭാവമില്ലേ? ഇപ്പോ വെള്ളയിടുന്നവരെ കണ്ടാല് നമ്മൾ പറയും നല്ല വൃത്തിയുള്ള പോസിറ്റീവായ ആളുകളാണെന്ന്, അല്ലേ? പക്ഷേ സംഭവം അത്ര സിമ്പിൾ അല്ല. ഇതിനു പിന്നിൽ വേറെ ചില കാര്യങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് നിങ്ങൾ ഇടുന്ന ഡ്രസ്സിന് നിങ്ങളുടെ ചിന്തകളെ വരെ മാറ്റാൻ പറ്റിയാലോ? അതെങ്ങനെയെന്ന് നോക്കാം. ശാസ്ത്രജ്ഞർ ഇതിനൊരു പേര് പറയും, എൻക്ലോസ്ഡ് കോഗ്നിഷൻ. അതായത് വസ്ത്രങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രീതി. ഇതിന് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ആ ഡ്രസ്സിന്റെ അർത്ഥം. രണ്ട്, അത് ധരിക്കുക എന്നത് തന്നെ. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി ഗവേഷകർ ഒരു വെള്ള ലാബ് കോട്ടാണ് എടുത്തത്. പരീക്ഷണത്തിൽ പങ്കെടുത്തവരോട് പറഞ്ഞു, ഇത് ഡോക്ടറുടെ കോട്ടാണെന്നും അല്ലെങ്കിൽ പെയിന്ററുടെ കോട്ടാണെന്നും. റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഡോക്ടറുടെ കോട്ട് ധരിച്ചവരുടെ ശ്രദ്ധ കൂടി അവർ വരുത്തിയ തെറ്റുകൾ പകുതിയോളം കുറഞ്ഞു. അപ്പോൾ കോട്ട് ഒന്ന് തന്നെ, പക്ഷെ അതിന് കൊടുത്ത അർത്ഥം മാറിയപ്പോൾ അവരുടെ പ്രകടനവും മാറി. ഈ ഒരു ശക്തി ലാബിൽ മാത്രമല്ല, ലോകത്തു പലയിടത്തും വെള്ളയുടെ അർത്ഥം പലതാണ്. പടിഞ്ഞാറൻ നാടുകളിൽ കല്യാണത്തിനാണ് വെള്ള, പക്ഷേ ചൈനയിലൊക്കെ ഇത് ദുഃഖത്തിന്റെ നിറമാണ്. ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇവിടെ വെള്ളയ്ക്ക് ഒരുപാട് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. നോക്കൂ, ആത്മീയതയുടെയും ശുദ്ധിയുടെയും നിറമാണ് വെള്ള. അതേസമയം ദുഃഖത്തെയും സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിൽ വരെ വെള്ളയ്ക്ക് സ്ഥാനമുണ്ട്. അപ്പം മനസ്സിലായില്ലേ, വെള്ള ധരിക്കുന്നത് വെറുതെ നിങ്ങളുടെ സ്വഭാവം കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ഇതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. ആ നിറവുമായി ചേർന്നുള്ള ഗുണങ്ങളെ നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വസ്ത്രങ്ങൾക്ക് മറ്റുള്ളവരെ മാത്രമല്ല നമ്മളെ തന്നെ മാറ്റാൻ ഒരു ശക്തിയുണ്ട്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ?